നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിനും കുടുംബസംഗമത്തിനും ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമയുടെ ശക്തിയും സ്നേഹത്തിന്റെ ഊഷ്മളതയും പങ്കുവയ്ക്കുന്ന ഈ സുന്ദരമായ വേദിയിൽ ഇന്ന് നാം ഒത്തുചേർന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകാനുമാണ്. ഇന്നത്തെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യ ഇനത്തിലേക്ക് കിടക്കാം. കരയോഗത്തിന്റെ അംഗങ്ങൾ കൈയടിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കണമെന്ന് നീണ്ടമായി അഭ്യർത്ഥിച്ചു. ആദ്യമായി പാലക്കാട് താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാറേ കരയോഗത്തിന്റെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരയോഗത്തിന്റെ എല്ലാ വിധമായ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം എലപ്പുള്ളി NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. എടത്തനാട്ടുകരയിൽ നമുക്കൊരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിന് ഏകദേശം 2000 ഏക്കറാണ്. ഇത് നമുക്ക് ദാനം ചെയ്തത് ഒരു പാല എന്ന് പറയാനാണ്. അത് മുഹമ്മദ് ആചാര്യൻ പോയി സംസാരിച്ച അടിസ്ഥാനത്തിൽ തന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് അട്ടപ്പാടിയുള്ള എസ്റ്റേറ്റിൽ അത് 2000 ഏക്കറാണ്. അത് വന്നത് വേറെ വ്യക്തിയാണ്. അത് എസ്റ്റേറ്റ് അറിയപ്പെടും. അതുപോലെ പല സ്ഥലങ്ങളും നമുക്ക് പലരും കാലമായി തന്നതാണ്. കാരണം മുഹമ്മദ് ആചാര്യന്റെ കാര്യം അദ്ദേഹം വളരെ കഷ്ടത്തിലായിരുന്നു. കരയോഗം പ്രസിഡന്റ് ശേഖരൻകുട്ടി അധ്യക്ഷനായി. താലൂക്ക് അംഗങ്ങളെ കുടുംബാംഗങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ സമ്മേളനം കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും പരിപാടികളെ കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് നമ്മുടെ സെക്രട്ടറി ഇന്നിവിടെ അവതരിപ്പിക്കുന്നതാണ്. അതിനാൽ അതിലേക്ക് ഞാനിവിടെ കൂടുതൽ കടന്ന് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്, 1-2 കാര്യങ്ങൾ പറയാൻ സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ വർഷം സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കരയോഗത്തിൻ്റെ കരയോഗ മന്ദിരം നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. നമ്മുടെ കരയോഗത്തിലെ ബഹുമാനപ്പെട്ട ഒരു അംഗം, അദ്ദേഹം പബ്ലിസിറ്റി ആഗ്രഹിക്കാതെയാണ്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് നമ്മുടെ സെക്രട്ടറിയോട് ഒരു അവസരത്തിൽ കണ്ടുമുട്ടിയപ്പോൾ NSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും നമുക്ക് നമ്മുടേതായ ഒരു കരയോഗ മന്ദിരത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി സൂചിപ്പിക്കുകയും അതിൻ്റെ പ്രയോജനങ്ങളും എല്ലാം സൂചിപ്പിച്ച് അദ്ദേഹം സ്വമേധയാ നമ്മുടെ കരയോഗ മന്ദിര നിർമ്മാണത്തിനായി സ്ഥലം തരാമെന്ന് 5 സെന്റോളം സ്ഥലം, അതും എലപ്പുള്ളി നായർത്തറയിലെ ഏറ്റവും കണ്ണായ ഒരു സ്ഥലത്ത് 5 സെന്റ് സ്ഥലം, ഏറ്റവും മിഡിലായിട്ട് എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് റിപ്പോർട്ട് തരാമെന്ന് സ്വമേധയ ഒരു ഗിഫ്റ്റായി തരാമെന്ന് പ്രോമിസ് ചെയ്യുകയായി. അദ്ദേഹം ഇവിടെ നിന്ന് സന്നിഹിതനായിട്ടുണ്ട്. ശ്രീ അരവിന്ദാക്ഷ കരയോഗത്തിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പാലക്കാട് താലൂക്ക് യൂണിയനിലെ 3ാം നമ്പറായിട്ടുള്ള കരയോഗം ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെ കാലം നിർജീവമായ പ്രവർത്തനം നടത്തുകയും പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് വളരെ സജീവമായ പ്രവർത്തനത്തിലേക്ക് വരികയും പാലക്കാട് താലൂക്ക് യൂണിയനിലെ ഇതര കരയോഗങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആദ്യത്തെ 10-12 കരയോഗങ്ങളുടെ പട്ടികയിൽ എലപ്പുള്ളി NSS കരയോഗം അത് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. വളരെയധികം സന്തോഷം. അതിനൊരു ഭാഗമാകാൻ സാധിക്കുന്നതിനുള്ള അതിന് ചൂണ്ടുവര കിട്ടുന്നത് സംശയം തന്നെയാണ്, സംശയമില്ല. അദ്ദേഹം അതിന് ചൂണ്ടുവരയ്ക്കുകയും അതിൽ എതിരാളിന്റെ അടുത്തേക്ക് എന്നെ എത്തിക്കുകയും അല്ലെങ്കിൽ അവരെ
അല്ലെങ്കിൽ യൂണിയനിലെത്തുകയും പിന്നീടുള്ള പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ ഒരു കരയോഗത്തിന് എന്തൊക്കെ വേണം അതിലേറെക്കുറെ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ എലപ്പുഴ കരയോഗത്തിന് സാധിച്ചിട്ടുണ്ട്. അവിടെയാണ് യുഗപ്രഭാവനായ ഭാരതദേശത്തിന്റെ മന്നത്താചാര്യന്റെ വാക്കുകൾ പ്രസക്തിയാണ്. എവിടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയുണ്ടോ അവിടെ വിജയമുണ്ടാകും. അതാണ് എന്റെ ഭഗവത്ഗീത എന്നാണ് മന്നത്താചാര്യൻ പറഞ്ഞത്. തീർച്ചയായും എലപ്പള്ളി കരയോഗത്തിലെ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ കരയോഗ പ്രവർത്തനത്തെ സജീവമാക്കി കൊണ്ടുപോകുന്ന പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള കരയോഗത്തിന്റെയും എല്ലാ സമുദായത്തിന്റെയും പ്രവർത്തകർ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തിയതിന്റെ പരിണിതഫലമാണ് ജൂൺ മാസത്തിൽ ഒരു ഞായറാഴ്ച, എനിക്കോട് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ജൂൺ 21 അല്ലെ 23, ആ ജൂൺ മാസത്തിലെ ഒരു ഞായറാഴ്ച ഇവിടെ നമ്മുടെ കുടുംബാംഗങ്ങളെ ഒത്തിരുത്തിക്കൊണ്ട് ഒരു കുടുംബസംഗമം മുടക്കമില്ലാതെ നടത്താൻ ഈ കരയോഗത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കരയോഗം സെക്രട്ടറി രഘുരാമൻ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളുമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ കരയോഗ പുനഃപ്രവർത്തനം തുടങ്ങിയിട്ട് 22/6/26 2 വർഷം പൂർത്തിയാക്കുകയാണ്. ഏപ്രിൽ 23 മുതൽ മാർച്ച് 26 വരെയുള്ള പ്രവർത്തന റിപ്പോർട്ടിൽ പൊതുവോട്ടുകൂടി അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വാർഷിക പൊതുയോഗത്തിൽ 354 പേർ പങ്കെടുത്തു. പഞ്ചായത്ത് കമ്മിറ്റികൾ കരയോഗ പ്രസിഡന്റ് കേരളത്തിന്റെ അധ്യക്ഷൻ രാജീവ് വളർത്തും, വൈസ് പ്രസിഡന്റ് കേശവദാസ് സ്വാഗതം ആശംസിച്ചു. കാര്യങ്ങളിൽ വൈസ് പ്രസിഡന്റ് ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി ശ്രീ എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗ സെക്രട്ടറി രഘുരാമൻ വാർഷിക റിപ്പോർട്ടും 24-25 വർഷത്തെ വരവ് കണക്കുകളും അവതരിപ്പിച്ചു. വനിതാ സമാജ സെക്രട്ടറി സുരേന്ദ്രൻ നന്ദി പറഞ്ഞു. ശേഷം കരയോഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളാക്കിയാണ്. ഈ കലയാളിൽ ലഭിച്ച ഏറ്റവും മികച്ച നേട്ടം കരയോഗത്തിലെ മുതിർന്ന അംഗമായ ശ്രീ അരീന്ദ്രൻ അവർ കരയോഗത്തിന്റെ നിർമ്മാണത്തിനായി 5 സെന്റ് സ്ഥലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കരയോഗത്തിന്റെ നന്ദി അറിയിക്കുന്നു. ഈ സ്ഥലത്ത് ഒരു മന്ദിരം നിർമ്മിക്കാൻ തീരുമാനിച്ച പ്രകാരം നമ്മൾ സമാഹരിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഏകദേശം 2 ലക്ഷം രൂപ ഈ കാലയളവിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ 18 ലക്ഷം രൂപ കൂടി ഈ പ്രവർത്തന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി സമാഹരിക്കേണ്ടതുണ്ട്. ഈ മന്ദിരം പൂർത്തിയാക്കിയാൽ ഈ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും സമൂഹത്തിനും വളരെ ഉപകാരപ്രദമായിരിക്കും. താലൂക്കുകളിൽ തീരുമാനപ്രകാരം കഴിഞ്ഞ ഗുരുപൂർണിമ ദിനത്തിൽ ജ്ഞാനപ്പാല ആരാധന മികച്ച രീതിയിൽ നടത്താൻ സാധിച്ചു. രാമായണ മാസത്തിൽ 5 വീടുകളിൽ രാമായണ പാരായണം നടത്തി കഥവിരിച്ചു. ഭാരതീയ വിദ്യാലയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്ററാണ് രാമായണത്തിന് മഹാത്മ്യം അവതരിപ്പിച്ചത്. മന്നത്താചാര്യന്റെ ജയന്തി സമാധി ദിനങ്ങൾ നമ്മുടെ കരയോഗത്തിൽ ആചരിച്ചു. പുതുശ്ശേരിയിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ നമ്മുടെ കരയോഗത്തിന് 25 അംഗങ്ങൾ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം നമ്മുടെ കരയോഗത്തിന് ക്യാൻസർ ചികിത്സയ്ക്ക് NSSന് സഹായമായി 15,000 രൂപ അനുവദിച്ചു. കരയോഗത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഈ കാര്യത്തിന് ശുപാർശ ചെയ്ത താലൂക്ക് സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ അവർക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വിവിധ കരയോഗങ്ങളിലെ ഭാരവാഹികളായ എൻ കേശവദാസ്, മോഹൻദാസ് പാലാട്ട്, എൻ സന്തോഷ് കുമാർ, കൃഷ്ണൻകുട്ടി, സതീഷ് മേനോൻ, ബാലകൃഷ്ണൻ കൂട്ടാല, GPN തമ്പി, അരവിന്ദാക്ഷൻ, എലപ്പള്ളി വനിതാ സമാജം പ്രസിഡന്റ് വസുധ ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമെന്റ് നൽകി അനുമോദിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികളും ഉണ്ടായി. താങ്ക് യു സർ. നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി NSS കരയോഗം നിലപ്പുള്ളിക്ക് വേണ്ടി മാറ്റിവെച്ച് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങൾ ഏവർക്കും
താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ എൻ കൃഷ്ണകുമാർ അവர்களுക്കും സ്വാഗതം ആശംസിച്ച കരയോഗം വൈസ് പ്രസിഡന്റ് ഉണ്ണിയേട്ടനും ആശംസാ പ്രസംഗം നടത്തിയ ശ്രീ മോഹൻദാസ് പാലാട്, ശ്രീ സതീഷ് കുമാർ, ശ്രീ സന്തോഷ് കുമാർ, ശ്രീ ബാലകൃഷ്ണൻ കുട്ടായി, ശ്രീ കൃഷ്ണമൂർത്തി, പിന്നെ നമ്മുടെ കരയോഗം കൺവീനർ ജ്യോതി നാരായണൻ, ബാലാജി, ശ്രീ അരവിന്ദാക്ഷൻ സാർ, ഏവർക്കും തമ്പി സാർ, ഏവർക്കും ഞാൻ നന്ദി നമ്മുടെ NSS കരയോഗത്തിൻ്റെ എടപ്പള്ളി NSS കരയോഗത്തിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.